നമസ്കാരം. ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നലെയാണ് ഇന്ത്യയിൽ ആകെ ഇത്രയും കാലം സാധാരണ മനുഷ്യർക്ക് കരുത്തായി നിന്ന മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതായിരിക്കുന്നത്. രാഷ്ട്രപതി ആ വിജ്ഞാപനത്തിൽ, ആ ഉത്തരവിൽ ഒപ്പിട്ടതിൻ്റെ തൊട്ടടുത്ത ദിവസമാണിന്ന്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇനി രാജ്യത്തില്ല. പകരം സംവിധാനത്തിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതടക്കമുള്ള പകരം സംവിധാനത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും നിലവിൽ ഉള്ള ഒരു സംവിധാനം ഇല്ലാതായിരിക്കുന്നു. സാധാരണ ജനങ്ങൾക്ക് ജീവിതത്തിന് ഒരു ഉറപ്പ് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനപ്പം ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം, കേരളത്തിൽ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതി കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ക്ഷേമ പദ്ധതികളുടെ പുതിയ പ്രഖ്യാപനങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി അവർ CPM സർക്കാർ എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. എന്തായാലും സ്ത്രീ സുരക്ഷാ പദ്ധതി ആരൊക്കെയാണ് ഗുണഭോക്താക്കൾ, ആർക്കൊക്കെയാണ് അതിൽ അപേക്ഷിക്കാൻ കഴിയുക, ആർക്കൊക്കെയാണ് അതിൻ്റെ ഗുണം കിട്ടുക, എത്ര സ്ത്രീകൾക്കാണ് അത് കിട്ടുക എന്നടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നു മുതലാണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയിലുള്ള അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുന്നത്. അതിൻ്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആകാംക്ഷ പരക്കുന്നുണ്ട്. പലർക്കും അതിൻ്റെ കാര്യത്തെക്കുറിച്ചുള്ള അവ്യക്തതകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിൻ്റെ ഗുണഭോക്താക്കളാകാൻ അർഹതയുള്ളവർക്കും ഉപയോഗപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ഈ വീഡിയോ പ്രധാനമായി അത്തരം ആളുകൾക്കുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാണുക. പ്രധാനമായി കേരളത്തിൽ വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കിയ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപനമായിട്ടാണ് ഇത് വന്നത്. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതിനൊപ്പം പുതിയ സുരക്ഷാ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചത്. ഈ പദ്ധതിക്ക് അപേക്ഷ സ്വീകരിക്കുന്ന ദിവസം ഇന്നു മുതലാണ്. ഇടയ്ക്ക് പ്രഖ്യാപനത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കുറച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിൻ്റെ ഭാഗമായുള്ള തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഇത്രയും വൈകി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്നു മുതൽ അപേക്ഷ സമർപ്പിക്കാനുള്ള ദിവസം ആയിരിക്കുകയാണ്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് ഈ ദിവസം മുതലാണ്. പദ്ധതിയിൽ ഗുണഭോക്താവാകാനുള്ള അപേക്ഷ തിങ്കളാഴ്ച മുതലാണ് സ്വീകരിക്കുക, അതായത് ഇന്നു മുതലാണ് സ്വീകരിക്കുക. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ K-Smart isgkerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഈ അപേക്ഷ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് യാതൊരു മറ്റ് തരത്തിലുള്ള, നമുക്ക് അർഹതപ്പെട്ടൊരു തുകയാണ് നമുക്ക് 1000 രൂപ പ്രതിമാസം ലഭിക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് എന്നത് സംബന്ധിച്ച വിശദാംശമാണ്. ശ്രദ്ധിക്കുക, KSMART.ISGkerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി, അതായത് അതത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താവല്ലാത്ത ട്രാൻസ് വുമൺ അടക്കം പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും 1000 രൂപ വീതമാണ് സഹായം ലഭിക്കുക. 31.34 ലക്ഷം സ്ത്രീകൾക്കാണ് സഹായം ലഭിക്കുക. വർഷം 3800 കോടി രൂപയാണ് സർക്കാർ ചെലവിടുക. രാജ്യത്ത് ആദ്യമായാണ് ഇങ്ങനെ ഒരു പദ്ധതി. നിലവിൽ സംസ്ഥാനത്ത് 62 ലക്ഷം പേർക്ക് എല്ലാ മാസവും കൃത്യമായി ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം കൃത്യമായിട്ടുണ്ട്. ഇടക്കാലത്ത് മുടങ്ങിയത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ അത് റുട്ടീനായിട്ടുണ്ട്. അല്ലാത്തത് മാസത്തെ തന്നെ കൊടുക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. 5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ജോലിക്കായുള്ള സാമ്പത്തിക സഹായം നൽകുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതിനൊപ്പം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി അതിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചത് ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. അതോടുകൂടി കേരളത്തിൽ 1 കോടി ആളുകൾക്ക് ക്ഷേമ പദ്ധതികളിലൂടെ നേരിട്ട് ധനസഹായം ലഭിക്കും എന്നാണ് സർക്കാരിൻ്റെ കണക്ക്. അതായത് ക്ഷേമ പെൻഷൻ, ഒപ്പം ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി, പെൻഷനിൽ ഉൾപ്പെടാത്ത ആളുകൾക്കുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതി. ഇനി ഇത് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഞാൻ പറഞ്ഞു. ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ 35നും 60നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് യോഗ്യത. അവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അവരിൽ തന്നെ അന്ത്യോദയ അന്നയോജന മഞ്ഞ കാർഡ്, മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് എന്നിവയിൽ ഏതെങ്കിലും റേഷൻ കാർഡ് ഉള്ളവരായിരിക്കണം. അതായത് കേരളത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം, 35നും 60നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. 60ന് മുകളിൽ ക്ഷേമ പെൻഷനുകൾ ലഭിക്കും. ഇത് 35നും 60നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ്. ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ ക്ഷേമ പദ്ധതിയിൽ അംഗമാകാൻ കഴിയും. അന്ത്യോദയ, അതായത് മഞ്ഞക്കാർഡ്, പിങ്ക് കാർഡ് എന്നിവയിൽ ഏതെങ്കിലും റേഷൻ കാർഡും ഉള്ളവരായിരിക്കണം. പ്രായം തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് അപേക്ഷയ്ക്കൊപ്പം ഹാജരാക്കണം.
അത് പ്രായം തെളിയിക്കുന്നതിന് വേണ്ടിയാണ്. ഏതൊക്കെ? ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഇതേതെങ്കിലും മതി നമ്മുടെ പ്രായം തെളിയിക്കുന്നതിനുള്ളത്. അതായത് 35-നും 60-നും ഇടയിലാണ് ഇത് തെളിയിക്കുന്നതിന്. ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റും മതി. ബാങ്ക് അക്കൗണ്ട് വിവരം, IFSC കോഡ്, ആധാർ വിവരങ്ങൾ എന്നിവയും അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കണം. അപേക്ഷ നൽകാൻ പോകുന്ന ആളുകൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ കരുതി വെക്കണം. സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും വേണം. ഞാൻ ഇങ്ങനെ ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് അപേക്ഷ നൽകുന്നതെന്ന് അടക്കമുള്ള വെള്ള പേപ്പറിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന. ആനുകൂല്യം ലഭിക്കുന്നവർ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിത വാർഷിക മസ്റ്ററിംഗ് നടത്തണം. തെറ്റായ വിവരം നൽകി ആനുകൂല്യം കൈപ്പറ്റിയാൽ 18% പലിശ സഹിതം തുക തിരിച്ചുപിടിക്കുമെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി, തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെയുള്ള വിശദാംശത്തിൽ പറയുന്നുണ്ട്. അതായത് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായ ആളുകൾ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഏതൊക്കെ ലെവലിലുള്ള യോഗ്യതയ്ക്ക് അടിസ്ഥാനമായ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത്. അതിൽ ജനന സർട്ടിഫിക്കറ്റാണ് ഏറ്റവും പ്രധാനം. ജനന സർട്ടിഫിക്കറ്റ് എന്നാൽ പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖ. അത് ഈ പറഞ്ഞ എല്ലാ പാസ്പോർട്ട് വരെയുള്ള രേഖകളിലൊന്ന്. അതോടൊപ്പം ഇതൊന്നും ഇല്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റും മതിയാകും. ഒപ്പം 35-നും 60-നും ഇടയിൽ പ്രായമുള്ള ആളായിരിക്കണം എന്നുള്ളതാണ്. അതിനൊപ്പം ഈ അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞു, അഡ്രസ്സ് അവിടെ കാണിക്കുകയും ചെയ്യാം. ഈ സാഹചര്യമാണ് നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചത്. കേരളത്തിൽ അർഹരായ ആളുകൾ ഈ പദ്ധതിയിൽ അംഗമാകാനുള്ള അവസരം ആണിപ്പോൾ വന്നിരിക്കുന്നത്. അർഹരായ ആളുകൾ ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. അതിൻ്റെ വിശദാംശങ്ങൾ അതുകൊണ്ടുകൂടി ഉൾപ്പെടുത്തി ഈ വീഡിയോ ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ സംശയങ്ങളുള്ളവർക്ക് ഇതിൽ ഏകദേശം എല്ലാ ക്ലാരിറ്റിയും വന്നു എന്ന് വിചാരിക്കുന്നു. അപേക്ഷ സമർപ്പിക്കാനുള്ള യോഗ്യതകൾ, എങ്ങനെയാണ് ഇത് ലഭിക്കുക, എവിടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, എന്താണ് അപേക്ഷയ്ക്കൊപ്പം നൽകേണ്ട രേഖകൾ എന്നിവ വിശദമായി നമ്മൾ പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമെങ്കിൽ മറ്റൊരു വീഡിയോയിലൂടെ വരാം. എന്തായാലും ഇതിൽ നമ്മുടെ യോഗ്യതയാണ് പ്രധാനം. ഇതിന് രാഷ്ട്രീയമായ പ്രചരണങ്ങൾ ഉണ്ടാകും, മറ്റു പല രീതിയിലുള്ള തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ സമൂഹത്തിൽ നടക്കും. അതൊന്നും നമ്മുടെ വിഷയമല്ല. നമുക്ക് അർഹമായ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമുക്ക് അർഹമായൊരു തുക ലഭിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.